ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ജുജുത്സു വൈസ് എന്ന ജാപ്പനീസ് അനിമെ TV സീരീസിന്റെ സീസൺ 2 15ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അനിമെ കാണുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് 30K സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി മതി. സോ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോട്ടും സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ ഡാഗോന്റെ ഡൊമൈൻ്റെ അകത്തു നിന്നും പുറത്തു പോകാൻ വേണ്ടി ഫുഷിഗ്രോ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതേ സമയം നോബിറ്റയും ആക്കിയും ഡാഗോന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചു പറയുവാണ് നാനാമി. അവർ ഇപ്പോൾ രക്ഷപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ ഡാഗോൺ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോഴാണ് ഇവർ പുറത്തോട്ട് പോവാൻ ഉണ്ടാക്കിയ ഹോളിലൂടെ ഒരാൾ അകത്തോട്ട് വരുന്നത്. ആരാ ഇത് എന്ന് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. രക്ഷപ്പെടുന്നതിന് പകരം പുതിയൊരു ജുജുട്സു മന്ത്രവാദിനിയെ കൊണ്ടുവരുവാണോ ചെയ്തേ എന്ന് ചോദിക്കുകയാണ് ഡാഗോൺ. ഇതേ സമയം അവരെല്ലാവരും ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് ടോജി മാക്കിയുടെ കയ്യിലുണ്ടായിരുന്ന വെപ്പൺ മേടിക്കുന്നത്. മാക്കി അത് അവന് കൊടുക്കാതിരിക്കാൻ വേണ്ടി മിറുക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ അവളുടെ കയ്യിൽ നിന്നും അവൻ അത് മേടിക്കുന്നു. അവളെ തൂക്കിയെടുത്ത് എറിയുകയും ചെയ്യുന്നു. ഇവന് കേഴ്സ് എനർജി ഉള്ള പോലെ തോന്നില്ലല്ലോ, ഇതൊക്കെ അവന്റെ ശക്തിയാണോ എന്നൊക്കെ ചിന്തിക്കുവാണ് മാക്കി. ഫുഷിഗ്രോ എന്ന് നാനാമി വിളിക്കുന്നു. മനസ്സിലായി, ആ ഹോൾ അടഞ്ഞു. ആ ഒക്ടോബസിന് നമ്മളുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഇതിന് പുറത്തു പോവാൻ അവൻ നമ്മളെ സമ്മതിക്കില്ല എന്ന് ഫുഷിഗ്രോ പറയുന്നു. അപ്പോഴാണ് നോബിറ്റ അവന്റെ മുഖം ശരിക്കും കാണുന്നത്. എന്ത്, ടോജിയോ? സോ ടോജി കൊന്നുകളഞ്ഞ ആ മന്ത്രവാദിനി തള്ളയുടെ പേരക്കുട്ടിയുടെ ശരീരത്തിലോട്ട് ടോജിയുടെ ശരീരം കൊണ്ടുവന്നു. എന്നാ അവന്റെ ആത്മാവിനെ കൺട്രോളിലെടുത്ത് ടോജിയുടെ ശരീരം കൺട്രോൾ ഏറ്റെടുത്തു. മന്ത്രവാദിനി തള്ള മരിച്ചു പോയത് കൊണ്ട് തന്നെ ടോജിയുടെ ശരീരം ഇനി പഴയതുപോലെ ആക്കാനും സാധിക്കില്ല. സോ ഒന്നല്ലെങ്കിൽ ടോജിയുടെ ശരീരത്തിനെ എതിർത്ത് ആ ആത്മാവ് ആ ശരീരത്തെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ മന്ത്രം ഉപയോഗിച്ച് ടോജിയുടെ ശരീരത്തെ വേർതിരിക്കണം. ഇതേ സമയം തന്നെ ഡാഗോൺ ടോജിയെ കാണുന്നു. ടോജിക്ക് കേഴ്സ് എനർജി ഇല്ലെന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഒരു കേഴ്സിനെ വിട്ട് അവനെ ഇപ്പൊ തന്നെ ഇല്ലാതാക്കാമെന്ന് വിചാരിക്കുവാണ് ഡാഗോൺ. അങ്ങനെ അവന്റെ ഒരു കേഴ്സിനെ ടോജിക്ക് നേരെ പറഞ്ഞു വിടുന്നു. എന്നാൽ ടോജി ആരാണെന്ന് നമുക്കറിയാലോ. ഒറ്റവെട്ടിന് ആ കേഴ്സിന്റെ ഒരു തല മുതൽ മറ്റേ തല വരെ അങ്ങ് വെട്ടുന്നു. എന്തിന്, ചുറ്റുമുണ്ടായിരുന്ന വെള്ളം പോലും മാറി നിൽക്കുന്നു. കൺചിമ്പി തുറക്കുന്നതിനുള്ളിൽ ടോജി ഡാഗോണിന്റെ അടുത്തോട്ട് ചെല്ലുന്നു. ആ വെപ്പൺ യൂസ് ചെയ്ത് ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. അടികൊണ്ട് ഡാഗോൺ തെറിച്ചു പോയി വീഴുന്നു. തന്റെ മുമ്പിൽ തന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ അർഹതയുള്ളത് ആരാണോ അവരുടെ കൂടെ മാത്രമേ ടോജി ഫൈറ്റ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ടോജി അവിടെ ഉണ്ടായിരുന്ന 4 പേരെ ഇപ്പോ മൈൻഡ് പോലും ചെയ്യാത്തത്. പിന്നീട് നമ്മൾ കാണുന്നത് വെള്ളത്തിന്റെ മുകളിലൂടെ അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടോജിനെയാണ്. ഡാഗോണ് ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കുന്നില്ല. ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഡാഗോൺ അവനക്ക് നേരെ ഷിക്കുഗാമി മീനുകളെ പറഞ്ഞു വിടുന്നു. എന്നാൽ അതിനെ അങ്ങ് കടിച്ചു കൊല്ലുവാണ് ടോജി. ഇത് കണ്ട് ഡാഗോൺ ഒരുപാട് മീനുകളെ അവന് നേരെ പറഞ്ഞു വിടുന്നു. എന്നാൽ വളരെ നിസ്സാരമായിട്ട് തന്നെ ടോജി തന്റെ വെപ്പൺ യൂസ് ചെയ്ത് അതിനെല്ലാം തന്നെ തല്ലിക്കൊല്ലുന്നു. പെട്ടെന്ന് തന്നെ ഒരു ഹീൽ ഫിഷിനെ പോലെയുള്ള ഒരു ഷിക്കുഗാമി വന്ന് ടോജിനെ കെട്ടിയിട്ട് വെള്ളത്തിനടിയിലോട്ട് കൊണ്ടുപോകുന്നു. മാത്രമല്ല ഒരുപാട് പിരാന പോലെയുള്ള മീനുകൾ വന്ന് അവനെ അങ്ങ് പൊതിയുന്നു. അതൊന്നും പോരാഞ്ഞിട്ട് ഒരു വലിയ ജീവി വന്ന് ടോജിനെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുന്നു. പെട്ടെന്നാണ് ആ വെപ്പൺ യൂസ് ചെയ്ത് ചുറ്റുണ്ടായിരുന്ന ഷിക്കുഗാമീസിനെ മുഴുവനായിട്ടും ടോജി ഇല്ലാതാക്കുന്നത്. പിന്നീട് ആ വലിയ ജീവിയുടെ മണ്ടക്കെട്ട് നമ്മൾ കൊടുക്കുന്നു. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നു. അതിന്റെ ഫോഴ്സിൽ വെള്ളം മുഴുവനും കരയിലോട്ട് അടിക്കുന്നു. കൂടെ തന്നെ ഡാഗോണും വരുന്നു. അങ്ങനെ അവനെ തല്ലാൻ വേണ്ടി കരയിലോട്ട് വരുവാണ് ടോജി. ഒറ്റ സെക്കൻഡിൽ തന്റെ കൺമുമ്പിൽ എത്തിയ ടോജി ഡാഗോൺ ആ വെപ്പൺ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. നല്ല രീതിക്ക് എന്നെ അടിച്ച് പരിക്കേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയം ഫുഷിഗ്രോ എന്നെ കൊണ്ട് ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് നാനാമി കുറച്ചു നേരം കൂടി, അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല, നമ്മൾ ഇവനെ വേണം വിശ്വസിക്കാൻ എന്ന് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ടോജി ആ വെപ്പൺ രണ്ടും കൂടി കൂട്ടി ഉരക്കുന്നതാണ്. ഉരച്ചൊരച്ച് അത് കൂർപ്പിക്കുന്നു. കേഴ്സ് എനർജി ഇല്ലാത്ത ഒരു മനുഷ്യന്റെ അടുത്ത് ഞാൻ തോൽക്കാൻ ഒട്ടും സാധ്യതയില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് ഡാഗോൺ. ആ പയ്യന്റെ ഡൊമൈന്റെ ശക്തി പതിയെ പതിയെ കുറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ കൊണ്ടുവരുന്ന ഷിക്കുഗാമി തീർച്ചയായിട്ടും അവരെ ഇല്ലാതാക്കും എന്ന് ഡാഗോൺ പറയുന്നു. അങ്ങനെ ഡാഗോൺ മുകളിലോട്ട് അങ്ങ് ചാടുന്നു. നീ ഇങ്ങനെ പറക്കുമെന്നുള്ള കാര്യം എനിക്ക് മുൻപേ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് മുൻപേ ഞാൻ ഇവിടെ എത്തിയത് എന്ന് നോബിറ്റ പറയുന്നു. ഇതേ സമയം തന്നെ ടോജി അവനെ കൊല്ലാൻ വേണ്ടി മുകളിലോട്ട് ചാടുന്നു. ഇതേ സമയം നോബിറ്റ ഡാഗോണിനെ ടോജിക്ക് നേരെ ചവിട്ടുന്നു. ടോജി ആ കുറുമ്പിച്ചു വെച്ച കേഴ്സ് വെപ്പൺ യൂസ് ചെയ്ത് അവന്റെ തലക്കിട്ടങ്ങ് കുത്തുന്നു. ഇല്ല ഇല്ല, ഇത് ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഡാഗോൺ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് കണ്ട് ടോജി ആ വെപ്പൺ രണ്ടായി പൊട്ടിച്ചെടുത്ത് ഡാഗോണിന്റെ തലയ്ക്ക് ഒരു മയമില്ലാണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. സോ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഡാഗോൺ മരിക്കുന്നു. ഇവൻ ഒറ്റൊരുത്തൻ ആ ഒക്ടോബസിനെ ഇല്ലാതാക്കിയോ എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ് മാക്കി. ഡാഗോൺ ഇല്ലാതായ ഉടനെ തന്നെ ആ ഡൊമൈൻ എക്സ്പെൻഷനും അവിടെ നിന്നും പോകുന്നു. ഫുഷിഗ്രോ മാത്രം അങ്ങോട്ട് വന്നിരുന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ മരിച്ചു പോയനെ എന്ന് പറയുവാണ് നാനാമി. പക്ഷെ പ്രശ്നം ഇപ്പോഴും തീർന്നിട്ടില്ല. ഇവൻ ഞങ്ങളുടെ ആളാണോ ഇല്ലയോ എന്ന് അറിയണം. ഇതേ സമയം മരിച്ചുപോയ ഡാഗോൺ ആവിയായി പോകുന്നു. പതിയെ ടോജി മുന്നിലോട്ട് നടന്നു വരുവാണ്. പെട്ടെന്നതാ ഗ്ലാസ് തകർത്തുകൊണ്ട് ഫുഷിഗ്രോ താഴോട്ട് വീണുന്നു.
എന്താ ഇവിടെ സംഭവിക്കുന്നേ എന്ന് പറഞ്ഞ് ചിന്തിക്കുവാണ് അവൻ. ഇപ്പൊ ഞാൻ എന്തിനാ ആവശ്യമില്ലാതെ പുറത്തോട്ട് വന്നേ? സോ അപ്പോഴാണ് ടോജി അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഇവന്റെ സ്പീഡ് വെച്ച് നോക്കുമ്പോ സൂക്കുണേനേക്കാൾ വേഗതയുണ്ടെന്ന് തോന്നുന്നു എന്ന് ഫുഷിഗ്രോ പറയുന്നു. ഇതേ സമയമാണ് ആവിയായി പോകുന്ന ഡാഗോന്റെ അടുത്തോട്ട് ജോഗോ വരുന്നത്. അവിടെയുള്ളവരെ ഒന്നും തന്നെ മൈൻഡ് ചെയ്യാതെ ജോഗോ നന്നായിട്ട് റെസ്റ്റ് എടുക്ക് ഡാഗോൺ എന്ന് പറയുന്നു. എന്താ ഇത്, പുതിയൊരുത്തം വന്നല്ലോ എന്ന് പറയുവാണ് നാബിറ്റ. ഇവൻ നേരത്തെ ഫൈറ്റ് ചെയ്തവനേക്കാൾ പവർഫുൾ ആണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുവാണ് നാനാമി. ഡാഗോൺ, ഒരു 100 വർഷത്തിന് ശേഷം അങ്ങ് പരലോകത്ത് വെച്ച് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ എഴുന്നേക്കുവാണ് ജോഗോ. ആരംഭിക്കലാമാ എന്നും പറഞ്ഞുകൊണ്ട് ജോഗോ നാനാമി അങ്ങ് തൊടുന്നു. സോ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവരെ 3 പേരെ ഇല്ലാതാക്കുന്നു. എല്ലാം അവസാനിച്ചു എന്ന് പറയാണ് ജോഗോ. പെട്ടെന്ന് തന്നെ സൂക്കുന അടുത്ത് എവിടെയോ ഉള്ളതുപോലെ തോന്നുവാണ് ജോഗോക്ക്. ഷിബിയാക്കകത്ത് ആരോ സൂക്കുനയുടെ വിരലുകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് ജോഗോ പറയുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ഗെറ്റോ രക്ഷിച്ച ആ 2 കുട്ടികളും മരിച്ചടക്കുന്ന യൂജിയുടെ അടുത്തോട്ട് വരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന സൂക്കുനയുടെ വിരൽ ആ വായിലോട്ട് ഇട്ട് കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ ജോഗോ അങ്ങോട്ട് വരുന്നു. ഓച്ചേ, എത്ര വിരലാ കൊടുത്തേ പറ എന്ന് ജോഗോ അവരോട് ചോദിക്കുന്നു. എന്നാൽ അവർ അത് പറയാൻ തയ്യാറാവുന്നില്ല. ഇത് കണ്ട് ദേഷ്യം വന്ന ജോഗോ അവരെ അങ്ങ് കത്തിച്ചു കളയുന്നു. എന്തായാലും അടയാളങ്ങളൊക്കെ മറിഞ്ഞുപോയി, ഈ അവസരം മുതലെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജോഗോ ഗെറ്റോ പറഞ്ഞ ഒരു കാര്യം ആലോചിക്കുന്നു. സൂക്കുണയുടെ 20 ഫിംഗേഴ്സും അവന് കിട്ടിക്കഴിഞ്ഞാലും യൂജി അവന്റെ ശരീരം പെട്ടെന്നൊന്നും സൂക്കുണയ്ക്ക് വിട്ടുകൊടുക്കില്ല. 20 ഫിംഗേഴ്സും ഓരോ ദിവസം വെച്ച് സൂക്കുണയ്ക്ക് കിട്ടുവാണെങ്കിൽ പോലും യൂജിയുടെ ശരീരം കൺട്രോൾ ചെയ്യാൻ സൂക്കുണയെ കൊണ്ട് സാധിക്കില്ല. എന്നാൽ 10 വിരലുകൾ ഒരേ സമയം കഴിച്ചാൽ യൂജിക്ക് അവന്റെ ശരീരം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ സൂക്കുണ പുറത്തു വരും. പിന്നീട് നമ്മൾ കാണുന്നത് ജോഗോ അവന്റെ കയ്യിലുണ്ടായിരുന്ന സൂക്കുണയുടെ 10 ഫിംഗേഴ്സ് പുറത്തെടുക്കുന്നതാണ്. സൂക്കുണ, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ജോഗോ ആ 10 വിരലുകളും സൂക്കുണയ്ക്ക് കൊടുക്കുന്നു. സോ ഇപ്പൊ ഏകദേശം 15 വിരലുകളുണ്ട് യൂജിയുടെ ശരീരത്തിൽ. 10 വിരലുകൾ ഒരുമിച്ച് കൊടുത്തിട്ടും സൂക്കുണ എഴുന്നേക്കുന്നത് കാണുന്നില്ല. അപ്പോഴാണ് ഗെറ്റോ രക്ഷിച്ച ആ 2 കുട്ടികൾ അവിടെ ഒച്ച വെക്കുന്നത് കാണുന്നത്. സോ അവർക്കൊന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ടെക്നിക്ക് യൂസ് ചെയ്ത് കത്തിപ്പോയ അവരുടെ ശരീരം റീജനറേറ്റ് ചെയ്തിരിക്കുന്നു. ടെക്നിക്ക് യൂസ് ചെയ്ത് രക്ഷപ്പെട്ടാലും എനിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങളെ കൊല്ലാൻ സാധിക്കും. വെറുതെ എന്റെ സമയം കളയരുത് എന്ന് പറഞ്ഞ് ഗോജോ അവരെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നു. അവരെ കൊല്ലാൻ വേണ്ടി കൈ മുന്നോട്ട് നീക്കുന്ന ജോഗോ അപ്പോഴാണ് ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ കൈയിരുന്നിരുന്ന സ്ഥലത്ത് ഇപ്പൊ അങ്ങനെ ഒരു കൈയില്ല. ഇത് കണ്ട് ആ 2 കുട്ടികൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് 1 സെക്കൻഡ് സമയം തരും, കൈയെടുക്കടാ എന്നൊരു ശബ്ദം കേൾക്കുന്നു. സോ സാക്ഷാൽ റിയോമൺ സൂക്കുണേത പുറത്തു വന്നിരിക്കുന്നു. ഇത് കണ്ട് പേടിച്ചു പോയ ജോഗോ പെട്ടെന്ന് പുറകോട്ട് മാറി നിൽക്കുന്നു. സൂക്കുണ എഴുന്നേറ്റ് വന്നു. ഇത് ഗോജോയുടെ ശക്തി പോലെയല്ല. ഇപ്പൊ ആവശ്യമില്ലാതെ എന്തെങ്കിലും ചെയ്താ തീർച്ചയായിട്ടും മരിച്ചു പോകും. സൂക്കുണയെ കണ്ട് ആ 2 ഗേൾസും പേടിച്ച് ശ്വാസം മുട്ടി നിൽക്കുന്നു. അവര് നമ്മളെ കൊല്ലില്ല, അവര് നമ്മളെ കൊല്ലില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. എഴുന്നേറ്റ് നിന്ന് നോക്കാൻ മാത്രമായോ എന്ന് സൂക്കുണ ചോദിച്ചതും അവർ നിലത്ത് കിടക്കുന്നു. എന്ന ജോഗോ താഴെ മുട്ടുകുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ തലയിലെ വോൾക്കാനോ അങ്ങ് മുറിഞ്ഞു പോകുന്നു. ശരിയായി ബഹുമാനിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നിന്റെ ഒക്കെ തലവന്റെ മുമ്പിൽ തല കുനിച്ചിരുന്നില്ലെങ്കിൽ ആ തല തന്നെ വേണ്ട എന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും. ഹേ ഗേൾസ്, നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്നോടെന്തോ പറയണമെന്ന് വിചാരിച്ചല്ലേ വന്നേ? എനിക്കൊരു ഫിംഗർ തന്നതുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം ഞാൻ തരാം. നമ്മൾ നിൽക്കുന്നതിന്റെ അടിയില് മുഖത്ത് മുഴുവൻ സ്റ്റിച്ചുള്ള ഒരുത്തനുണ്ട്. ദയവ് ചെയ്ത് അവനെ കൊല്ലണം. ഈ ഒരു സഹായം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഗെറ്റോയെ ദയവ് ചെയ്ത് സ്വതന്ത്രനാക്കണം എന്ന് ആ ഗേൾസ് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ആ ഗെറ്റോ ഈ സാത്തറോ ഗോജോ എന്ന് പറയുന്നത് ആരാ? അവർ അത്രയും പവർഫുൾ ആണോ എന്ന് അവൾ ചോദിക്കുന്നു. അതെ, അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഞങ്ങൾക്കുള്ളിൽ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഗെറ്റോ, ഞങ്ങളുണ്ട് നിനക്ക്. ഞങ്ങൾക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഗെറ്റോയെ കൊന്നതുകൊണ്ട് ഞങ്ങൾ ജീവനോടെ ഇരിക്കുന്നത് വരെ സാത്തറോ ഗോജോയോട് ഒരിക്കലും ക്ഷമിക്കില്ല. പക്ഷേ അവൻ ചെയ്തതില് ഒരു ന്യായമുണ്ട്. കാരണം അവർ 2 പേരും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നില്ലേ? എന്നാ ഇവൻ അതുപോലെയല്ല. ഇവനൊരു വൃത്തികെട്ടവനാണ്. ഗെറ്റോയുടെ ശരീരത്തിൽ നിന്നും അവനെ തീർച്ചയായിട്ടും ഇല്ലാതാക്കണം. നിങ്ങളുടെ ഒരു വിരലിരിക്കുന്ന സ്ഥലം കൂടി ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അവനെ കൊന്നുകളഞ്ഞ അതെവിടെയിരിക്കുന്നതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ദയവ് ചെയ്ത് ഈ ഒരു സഹായം. കുഴപ്പമില്ല, എഴുന്നേറ്റിരുന്നോളൂ എന്ന് സൂക്കുണ അവരോട് പറയുന്നു. മിമിക്കോ, മിമിക്കോ, മിമിക്കോ എഴുന്നേക്ക്. മിമിക്കോ ഏതോ 2 വിരല് തന്നതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? സൂക്കുണ ചത്തുപ്പോ എന്നും പറഞ്ഞ് അവൾ അവളുടെ മൊബൈൽ ഫോൺ എടുക്കുന്നു.
സെൽഫോണോ? അല്ലല്ല, ഇതെന്തോ ഫോട്ടോ ഫംഗ്ഷൻ ആണെന്ന് തോന്നുന്നു. ഫോട്ടോ എടുത്തിട്ട് അത് വെച്ച് എന്തോ ചെയ്യുമായിരിക്കും. ഇതൊക്കെ വെറും വേസ്റ്റ് ആണ്. അടുത്തത് നീയാണ്. നിനക്ക് എന്താ വേണ്ടേ എന്ന് സൂക്കുണ അവനോട് ചോദിക്കുന്നു. എനിക്കൊന്നും വേണ്ട. മനസ്സിലായില്ല. നിങ്ങളെ ജീവനോടെ കൊണ്ടുവരാനായിരുന്നു ഞങ്ങളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. യൂജി ഇറ്റഡോറിയുടെ ശരീരം വീണ്ടും കൺട്രോളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ സഹായിക്കുമായിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് വെറും താൽക്കാലികമായിട്ടുള്ള ഒരു റിലീസിംഗ് ആണെന്ന്. മറ്റുള്ളവരുടെ മുറിവുകൾ ഹീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സൂക്നയുടെ റിവേഴ്സ് കേസ് ടെക്നിക്ക് ഉണ്ടായാലും മഹിറ്റോയുടെ ഐഡിയൽ ട്രാൻസ്ഫിഗറേഷൻ നടന്നതിന് ശേഷം ആ ആത്മാവ് സൂക്നയെ കൊണ്ട് ശരിയാക്കാൻ പറ്റിയില്ല. ഇതിനു മുൻപ് ചാൻസ് കിട്ടിയിട്ടും ഒരു കരാർ ഉണ്ടാക്കാൻ പറ്റാത്തതിന് കാരണം സൂക്നയുമായിട്ട് കരാർ വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. യൂജി തിരിച്ചു വരുന്നതിന് മുമ്പ് ഒരു കരാർ എഴുതി തരൂ. അതാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നല്ലത്. യൂജിയുടെ ശരീരം മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള കരാർ അവന്റെ അടുത്തുനിന്നും മേടിക്ക്. ഇറ്റഡോറിയുടെ കൂടെ വന്ന ഒരുപാട് പേർ ഇവിടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് അതിലാരെങ്കിലും പിടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ തീർച്ചയായിട്ടും യൂജി കരാറിന് സമ്മതിക്കും. അതിന്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ആക്ച്വലി ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് തന്നെയാണ് വന്നത്. എന്നാ ഒരു കാര്യം മനസ്സിലായി. നീയും ഈ കിടക്കുന്ന ഇവരെ പോലെ തന്നെയാണ്. എന്നാലും ഇത്രയും വിരലുകൾ നീ എനിക്ക് തന്നതല്ലേ. ഞാൻ നിനക്കൊരു വാക്ക് തരാം. നിന്നെ കൊണ്ട് എന്നെ ഒരടി അടിക്കാൻ പറ്റിയ ഞാൻ പിന്നെ നിന്റെ മുമ്പിൽ തല കുനിച്ചു നിൽക്കും. നീ പറയുന്ന എന്തും ഞാൻ ചെയ്യും. ഉദാഹരണത്തിന് ഷിബുയാലിരിക്കുന്ന ഒറ്റൊരുത്തനെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരെയും ഞാൻ അങ്ങ് കൊന്നുകളയട്ടെ എന്ന് സൂക്കുണ ചോദിക്കുന്നു. നീ തന്ന വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുവാണ് ജോഗോ. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. സോ കിങ് ഓഫ് കേഴ്സസ് കളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.